ഹായ് ഫ്രണ്ട്സ്, PSC ലേണിംഗ് ട്രിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. LGS 2024, LDS 2024 എന്നീ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത കുറേയധികം ചോദ്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇന്ത്യയുടെ ഏത് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് വരുന്നത്? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇന്ത്യയുടെ ഏത് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് വരുന്നത്? ഉത്തരം ഉപഭോക്തൃ കാര്യം, ഭക്ഷണം, പൊതുവിതരണം. രണ്ടാമത്തെ ചോദ്യം, യുനെസ്കോയുടെ മാനവികതയുടെ അദൃശ്യമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെ പ്രതിനിധി പട്ടികയിൽ അംഗീകരിച്ച ഗുജറാത്തിൻ്റെ പരമ്പരാഗത നൃത്തത്തിൻ്റെ പേര്? യുനെസ്കോയുടെ മാനവികതയുടെ അദൃശ്യമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെ പ്രതിനിധി പട്ടികയിൽ അംഗീകരിച്ച ഗുജറാത്തിൻ്റെ പരമ്പരാഗത നൃത്തത്തിൻ്റെ പേര്? ഗുജറാത്തിൻ്റെ പരമ്പരാഗത നൃത്തത്തിൻ്റെ പേരാണ് ഗർബ നൃത്തം. ഉത്തരം ഗർബ നൃത്തം. അടുത്ത ചോദ്യം, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ഏത് തീയതിയിലാണ് കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ സാങ്കേതികത പഠിക്കുന്നതിനായി രാജ്യവ്യാപകമായി ഒരു ക്യാമ്പയിൻ ആരംഭിച്ചത്? ഡിസംബർ 6, 2023. അടുത്ത ചോദ്യം, ഫോബ്സിന്റെ ഏറ്റവും ശക്തരായ 100 സ്ത്രീകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ വ്യക്തിയുടെ പേര്? ഉത്തരം നിർമ്മല സീതാരാമൻ. അടുത്ത ചോദ്യം, ടൈം മാഗസീന്റെ 2023 പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ടൈലർ സ്വിഫ്റ്റ്. ഉത്തരം ടൈലർ സ്വിഫ്റ്റ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലിന് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാവികസേനയിലെ ആദ്യത്തെ വനിതാ ഓഫീസർ ആരാണ്? ഉത്തരം പ്രേരണ ദേവസ്ഥലി. അടുത്ത ചോദ്യം, രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുവിൽ നിന്ന് ഭിന്നശേഷിയുള്ളവരുടെ ശാസ്ത്രീകരണത്തിനായുള്ള ദേശീയ അവാർഡ് നേടിയ ഇ-കൊമേഴ്സ് കമ്പനി ഏതാണ്? ഉത്തരം ആമസോൺ ഇന്ത്യ. രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുവിൽ നിന്ന് ഭിന്നശേഷിയുള്ളവരുടെ ശാസ്ത്രീകരണത്തിനായുള്ള ദേശീയ അവാർഡ് നേടിയ ഇ-കൊമേഴ്സ് കമ്പനി ഏതാണ്? ഉത്തരം ആമസോൺ ഇന്ത്യ. ഏത് ഇന്ത്യൻ വംശജനായ നോവലിസ്റ്റാണ് സിംഗപ്പൂരിന്റെ പരമോന്നത കലാബഹുമതിക്ക് അർഹനായത്? ഉത്തരം മീര ചന്ദ്. ഉത്തരം മീര ചന്ദ്. 2023 ഡിസംബർ 6 അന്തരിച്ച മുൻ മിനിസ്റ്റർ യൂണിവേഴ്സ് ബോഡി ബിൽഡർ ഷോൺ ഡേവിഡ് ഏത് രാജ്യക്കാരനാണ്? ഉത്തരം ബ്രിട്ടൻ. അടുത്ത ചോദ്യം, റോക്കറ്റിംഗ് ത്രൂ ദ സ്കൈസ് ആൻ ഇവന്റ്ഫുൾ ലൈഫ് അറ്റ് ISRO എഴുതിയത് ആരാണ്? ഉത്തരം ജി മാധവൻ നായർ. ഉത്തരം ജി മാധവൻ നായർ. അടുത്ത ചോദ്യം, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും കേരളത്തിൽ രൂപീകരിച്ച വർഷം? ഉത്തരം 2020. അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ വിൻസൺ കൊടുമുടി കയറിയ ഷെയ്ഖ് ഹസൻ ഖാൻ ഇന്ത്യയിലെ ഏത് സംസ്ഥാനക്കാരനാണ്? ഉത്തരം കേരളം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ വിൻസൺ കൊടുമുടി കയറിയ ഷെയ്ഖ് ഹസൻ ഖാൻ ഇന്ത്യയിലെ ഏത് സംസ്ഥാനക്കാരനാണ്? ഉത്തരം കേരളം. അടുത്ത ചോദ്യം, 2023 ഡിസംബർ 17 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരി വാരണാസി തമിഴ് സംഗമം ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തത് ഏത് അവസരത്തിലാണ്? ഉത്തരം കാശി തമിഴ് സംഗമം. അടുത്ത ചോദ്യം, 2023 ഡിസംബർ 12 ഒരൊറ്റ ഫയറിംഗ് യൂണിറ്റിൽ നിന്ന് 4 ആകാശ ലക്ഷ്യങ്ങൾ ഇടപഴകാനുള്ള കഴിവ് പ്രകടമാക്കിയ മിസൈൽ ഏതാണ്? ഉത്തരം
ആകാശ് മിസൈൽ സംവിധാനം. അടുത്ത ചോദ്യം, ഇറ്റലിയിൽ നടന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി യൂണിഫിക്കേഷൻ ഓഫ് പ്രൈവറ്റ് ലോഗോ ഗവേണിംഗിന്റെ കൗൺസിലിലേക്ക് പ്രാരംഭ റൗണ്ട് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ നിന്ന് വിജയിച്ചത് ആരാണ്? ഉത്തരം ഉമാശങ്കർ. ഉത്തരം ഉമാശങ്കർ. അടുത്ത ചോദ്യം, സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 2023 നവംബറിൽ ഇന്ത്യയിൽ ഏറ്റവും കൃത്യനിഷ്ഠ പാലിക്കുന്ന എയർലൈൻ ഏതാണ്? ആകാശ എയർ. സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 2023 നവംബറിൽ ഇന്ത്യയിൽ ഏറ്റവും കൃത്യനിഷ്ഠ പാലിക്കുന്ന എയർലൈൻ ഏതാണ്? ഉത്തരം ആകാശ എയർ. ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് 2026 കൽക്കരിയുടെ ആഗോള ഡിമാൻഡിന്റെ എത്ര ശതമാനം കുറയാൻ സാധ്യതയുണ്ട്? 2.3%. ഏതു വർഷത്തോടെ എല്ലാവർക്കും ഇൻഷുറൻസ് എന്ന നേട്ടം കൈവരിക്കാനാണ് LIC പദ്ധതിയിടുന്നത്? ഉത്തരം 2047. 2023 ഡിസംബർ 17 ഏത് നഗരത്തിലാണ് അന്താരാഷ്ട്ര ഡയമണ്ട് ആഭരണ വ്യാപാരത്തിനുള്ള ലോകത്തിലെ ഏറ്റവും വലുതും ആധുനികവുമായ കേന്ദ്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്? ഉത്തരം സൂററ്റ്. ഉത്തരം സൂററ്റ്. കേരള കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സുധീർ നാഥാണ്. കേരള കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സുധീർ നാഥ്. അടുത്ത ചോദ്യം, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? ലൈഫ് ഇൻഷുറൻസ് ഓഫ് കോർപ്പറേഷൻ ഇന്ത്യയുടെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? സിദ്ധാർത്ഥ് മൊഹന്തി. ആർമി ഡോക്ടർമാർ ഇന്ത്യയിലെ ആദ്യത്തെ മജ്ജ മാറ്റിവയ്ക്കൽ ഏത് ആശുപത്രികളിലാണ് നടത്തിയത്? ആർമി ഹോസ്പിറ്റൽ. ഉത്തരം ആർമി ഹോസ്പിറ്റൽ. ആർട്ടിക് മേഖലയിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ശൈത്യകാല ശാസ്ത്ര പര്യവേഷണം ഏത് തീയതിയിലാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്? ആർട്ടിക് മേഖലയിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ശൈത്യകാല ശാസ്ത്ര പര്യവേഷണം ഏത് തീയതിയിലാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്? 18 ഡിസംബർ 2023. അടുത്ത ചോദ്യം, അസ്ത്രശക്തി അഭ്യാസത്തിൽ അമർ വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം വിജയകരമായി പരീക്ഷിച്ച പ്രതിരോധ സേന? ഉത്തരം ഇന്ത്യൻ എയർഫോഴ്സ്. ഉത്തരം ഇന്ത്യൻ എയർഫോഴ്സ്. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം 2023 ഡിസംബർ 18 പ്രധാനമന്ത്രി ഏത് നഗരത്തിലാണ് ഉദ്ഘാടനം ചെയ്തത്? ഉത്തരം വാരണാസി. ഉത്തരം വാരണാസി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പുതിയ അംബാസഡറായി ഇസ്രായേൽ സർക്കാർ ആരെയാണ് നിയമിച്ചത്? റൂവൻ അസർ. സംവരണ വാരം 2023 ആരംഭിച്ചത് ഏതു തീയതിയിലാണ്? ഉത്തരം 19 ഡിസംബർ 2023. ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 അതിലധികമോ വിക്കറ്റ് വീഴ്ത്തുന്ന ലോകത്തിലെ 8ാമത്തെ ബൗളർ ആരാണ്? നഥാൻ ലിയോൺ. 2023 നവംബർ 18 ഡൽഹിയിൽ സമാപിച്ച ആദ്യത്തെ ഖേലോ ഇന്ത്യ പാരാ ഗെയിമുകളിൽ 1ാം റാങ്ക് നേടിയ സംസ്ഥാനം? ഉത്തരം ഹരിയാന. 2023 അണ്ടർ 19 പുരുഷ ഏഷ്യ കപ്പിൽ കിരീടം നേടിയതാരാണ്? ബംഗ്ലാദേശ് ആണ്. 2023 അണ്ടർ 19 പുരുഷ ഏഷ്യ കപ്പിൽ കിരീടം നേടിയത് ബംഗ്ലാദേശ്. അടുത്ത ചോദ്യം, 2023 ഗോവയിൽ നടന്ന 37ാമത് ദേശീയ ഗെയിംസിൽ 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം? മഹാരാഷ്ട്ര. അടുത്തത്, 2024 ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കളിക്കാരൻ? മിച്ചൽ സ്റ്റാർക്ക്. സംയുക്ത ഗവേഷണത്തിനും വികസനത്തിനുമായി ഇന്ത്യൻ നാവികസേന ഏത് IIT-യുമായി കരാർ ഒപ്പിട്ടു? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാൺപൂർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാൺപൂർ. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പ്രകാരം 2022 ഇന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നതിൽ 1ാം സ്ഥാനം നേടിയ നഗരമേതാണ്? ഹൈദരാബാദ്. ഏത് സംസ്ഥാനമാണ് 2023 ഡിസംബർ 19 57 സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനുകൾ തുറക്കാൻ അനുമതി നൽകിയത്? ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം, തങ്ങളുടെ രാജ്യത്തെ മികച്ച പ്രകടനത്തിന് 3 ഇന്ത്യൻ സായുധ സേനാ ഉദ്യോഗസ്ഥർക്ക് ഗോൾഡൻ ഔൾ
സമ്മാനിച്ച രാജ്യം ഏത്? തങ്ങളുടെ രാജ്യത്തെ മികച്ച പ്രകടനത്തിന് 3 ഇന്ത്യൻ സായുധ സേനാ ഉദ്യോഗസ്ഥർക്ക് ഗോൾഡൻ ഓൾ സമ്മാനിച്ച രാജ്യം. ഉത്തരം ശ്രീലങ്ക. 2023 അണ്ടർ 19 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ കിരീടം നേടിയ രാജ്യം ബംഗ്ലാദേശ്. FIH പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ ഹാർദിക് സിംഗ്. FIH ഗോൾ കീപ്പർ ഓഫ് ദി ഇയർ അവാർഡ് 2023 നേടിയ ഇന്ത്യയിൽ നിന്ന് നേടിയത് ആരാണ്? സവിത പുനിയ. ഉത്തരം സവിത പുനിയ. ഇലോൺ മസ്ക് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? വാൾട്ടർ ഐസക്സൺ. ഇലോൺ മസ്ക് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? വാൾട്ടർ ഐസക്സൺ. അടുത്ത ചോദ്യം, BFSI എന്നത് ബാങ്കിംഗ്, സാമ്പത്തിക സേവനങ്ങൾ, ഡാഷ് എന്നിവയെ സൂചിപ്പിക്കുന്നു. ഉത്തരം മഹാരാഷ്ട്ര. 2023 കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ആരാണ്? EV രാമകൃഷ്ണൻ. ഇംഗ്ലീഷ് ഭാഷാ വിഭാഗത്തിൽ 2023 സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? നീലം സരൺ ഗൗർ. 2023 ദ്രോണാചാര്യ അവാർഡ് കേരളത്തിൽ നിന്നും ആർക്കാണ് ലഭിച്ചത്? E ഭാസ്കരൻ. 2023 അർജുന അവാർഡിന് തിരഞ്ഞെടുത്ത കേരളത്തിൽ നിന്നുള്ള കായിക താരത്തിന്റെ പേരാണ് M ശ്രീശങ്കർ. ഉത്തരം M ശ്രീശങ്കർ. അടുത്ത ചോദ്യം, 2023 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡിന് തിരഞ്ഞെടുത്ത 2 ഇന്ത്യൻ ബാഡ്മിന്റൺ കളിക്കാരുടെ പേര് ചിരാഗ് ഷെട്ടിയും ത്വാതിക് സായോജ് രംഗറെഡ്ഡിയും. അടുത്തത്, ദേശീയ സരസ് മേള 2023 സംഘടിപ്പിച്ചത് കേരളത്തിലെ ഏത് നഗരത്തിലാണ്? കൊച്ചി. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ 100 ദശലക്ഷം മെട്രിക് ടൺ ചരക്ക് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള തുറമുഖം ഏതാണ്? ഉത്തരം പാരാദീപ് തുറമുഖം. 2023 മാർച്ച് 2 ആരംഭിക്കുന്ന ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ എത്ര ടീമുകൾ പങ്കെടുക്കും? 6 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഉത്തരം 6 ടീമുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം സർവേദ് മഹാമന്ദിർ, വാരണാസി. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം സർവേദ് മഹാമന്ദിർ. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പോയിന്റുകളാണ് പഠിക്കുന്നത്. വരും ദിവസങ്ങളിൽ കറണ്ട് അഫയേഴ്സിൻ്റെ മറ്റുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടിടാം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.